എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് SCERT 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ജോഗ്രഫി ഭാഗത്ത് ജനസംഖ്യ, കുടിയേറ്റം, വാസസ്ഥലങ്ങൾ എന്ന ചാപ്റ്ററുമായിട്ടാണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓരോരോ ചോദ്യങ്ങളായി നമുക്ക് നോക്കാം. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ആകെ ജനസംഖ്യ എത്ര കോടിയാണ്? 121.06 കോടി. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ആകെ ജനസംഖ്യ എത്ര കോടിയാണ്? 121.06 കോടിയാണ്. 2011 ജനസംഖ്യാ കണക്കെടുപ്പ് പ്രകാരം ഇന്ത്യയിലെ ആകെ ജനസംഖ്യ ജനസാന്ദ്രത ചതുരശ്ര കിലോമീറ്ററിൽ എത്രയാണ്? 382 per ചതുരശ്ര കിലോമീറ്റർ. 2011 ജനസംഖ്യാ കണക്കെടുപ്പ് പ്രകാരം ഇന്ത്യയിലെ ആകെ ജനസാന്ദ്രത ചതുരശ്ര കിലോമീറ്ററിൽ എത്രയാണ്? 382 per ചതുരശ്ര കിലോമീറ്റർ ആണ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനം സിക്കിമാണ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനം. 2011 സെൻസസ് പ്രകാരം ഉത്തർപ്രദേശിലെ ആകെ ജനസംഖ്യ എത്ര ലക്ഷമാണ് എന്ന് ചോദിച്ചാൽ 199 ലക്ഷമാണ്. 199 ദശലക്ഷമാണ്. 2011 സെൻസസ് പ്രകാരം ഉത്തർപ്രദേശിലെ ആകെ ജനസംഖ്യ എത്ര ദശലക്ഷമാണ് എന്ന് ചോദിച്ചാൽ 199 ദശലക്ഷമാണ്. 2011 സെൻസസ് പ്രകാരം സിക്കിമിലെ ആകെ ജനസംഖ്യ എത്ര ലക്ഷമാണെന്ന് ചോദിച്ചാൽ 6.07 ലക്ഷമാണ്. 2011 സെൻസസ് പ്രകാരം സിക്കിമിലെ ആകെ ജനസംഖ്യ എത്ര ലക്ഷമാണെന്ന് ചോദിച്ചാൽ 6.07 ലക്ഷമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ദശാബ്ദ ജനസംഖ്യാ വളർച്ചാ നിരക്ക് എത്ര ശതമാനമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 17.7 ശതമാനമാണ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ദശാബ്ദ ജനസംഖ്യാ വളർച്ചാ നിരക്ക് എത്ര ശതമാനമാണെന്ന് ചോദിച്ചാൽ 17.7 ശതമാനമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ സ്ത്രീ പുരുഷ അനുപാതം 943:1000 ആണ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ സ്ത്രീ പുരുഷ അനുപാതം 943/1000 ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. 2028 ഇന്ത്യ ചൈനയെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി മാറും എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേൾഡ് പോപ്പുലേഷൻ പ്രോസ്പെക്റ്റ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. 2028 ഇന്ത്യ ചൈനയെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി മാറും എന്ന് അഭിപ്രായപ്പെട്ടത് വേൾഡ് പോപ്പുലേഷൻ പ്രോസ്പെക്ട്സ് ആണ് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഒരു പ്രദേശത്ത് നിശ്ചിത കാലയളവിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണ് ജനസംഖ്യ. ഒരു പ്രദേശത്ത് നിശ്ചിത കാലയളവിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണം ജനസംഖ്യ എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ ധാതുക്കളുടെ ഖനനം, ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഉപദ്വീപീയ പീഠഭൂമിയിലാണ്. ഇന്ത്യയിൽ ധാതുക്കളുടെ ഖനനം,
ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഉപദ്വീപീയ പീഠഭൂമിയിലാണ്. ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കാലാവസ്ഥ, ധാതുക്കൾ, ഭൂപ്രകൃതി, നഗരവൽക്കരണം, മണ്ണിനങ്ങൾ, ജലലഭ്യത, വ്യവസായവൽക്കരണം എന്നിവയാണ്. ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ കാലാവസ്ഥ, ധാതുക്കൾ, ഭൂപ്രകൃതി, നഗരവൽക്കരണം, മണ്ണിനങ്ങൾ, ജലലഭ്യത, വ്യവസായവൽക്കരണം എന്നിവയാണ്. ഇന്ത്യയുടെ ആകെ സ്ഥലവിസ്തൃതി എത്ര ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്? 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ആകെ സ്ഥലവിസ്തൃതി എന്ന് പറയുന്നത്. ലോകത്തിന്റെ ആകെ കരവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യ? 2.5 ആണ്. ലോകത്തിലെ കരവിസ്തൃതിയുടെ ആകെ കരവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യ? 2.5. ഇന്ത്യ ഉൾപ്പെടുന്നത് ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമാണ്? 17.5%. ഇന്ത്യ ഉൾക്കൊള്ളുന്നത് ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമാണ്? 17.5%. ഓരോ ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തുള്ള ശരാശരി ജനസംഖ്യ അറിയപ്പെടുന്നത് ജനസാന്ദ്രത എന്നാണ്. ഓരോ ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തുള്ള ശരാശരി ജനസംഖ്യ അറിയപ്പെടുന്നത് ജനസാന്ദ്രത എന്നാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ചൈനയാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ചൈന. ജനസാന്ദ്രതയിൽ ഇന്ത്യയുടെ സ്ഥാനം 3. ജനസാന്ദ്രതയിൽ ഇന്ത്യയുടെ സ്ഥാനം 3. ജനസാന്ദ്രതയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ബംഗ്ലാദേശ്. ജനസാന്ദ്രതയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ബംഗ്ലാദേശ്. ജനസാന്ദ്രതയിൽ 2-ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ജപ്പാൻ. ജനസാന്ദ്രതയിൽ 2-ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ജപ്പാൻ. ഇന്ത്യയിൽ ജനസാന്ദ്രത കൂടിയ പ്രദേശമാണ് ഡൽഹി. ഇന്ത്യയിൽ ജനസാന്ദ്രത കൂടിയ പ്രദേശമാണ് ഡൽഹി. ഇന്ത്യയിൽ ജനസാന്ദ്രത കുറഞ്ഞ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ ജനസാന്ദ്രത കുറഞ്ഞ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനമാണ് ബീഹാർ. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനമാണ് ബീഹാർ. 2011 സെൻസസ് പ്രകാരം അരുണാചൽ പ്രദേശിന്റെ ജനസാന്ദ്രത 17 ചതുരശ്ര കിലോമീറ്റർ ആണ്. 2011 സെൻസസ് പ്രകാരം അരുണാചൽ പ്രദേശിന്റെ ജനസാന്ദ്രത 17 ചതുരശ്ര കിലോമീറ്റർ ആണ്. 2011 സെൻസസ് പ്രകാരം ഡൽഹിയിലെ ജനസാന്ദ്രത 11,297 ചതുരശ്ര കിലോമീറ്റർ ആണ്. 2011 സെൻസസ് പ്രകാരം ഡൽഹിയിലെ ജനസാന്ദ്രത 11,297 ചതുരശ്ര കിലോമീറ്റർ ആണ്. 2011 സെൻസസ് പ്രകാരം ബീഹാറിലെ ജനസാന്ദ്രത 1,102 ചതുരശ്ര കിലോമീറ്റർ ആണ്. 2011 സെൻസസ് പ്രകാരം ബീഹാറിലെ ജനസാന്ദ്രത 1,102 ചതുരശ്ര കിലോമീറ്റർ. 2011 സെൻസസ് പ്രകാരം ജനസാന്ദ്രതയിൽ 2-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. 2011 സെൻസസ് പ്രകാരം ജനസാന്ദ്രതയിൽ 2-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാൾ. 2011 സെൻസസ് പ്രകാരം
പശ്ചിമ ബംഗാളിന്റെ ജനസാന്ദ്രത 1030 ചതുരശ്ര കിലോമീറ്റർ ആണ്. 2011 സെൻസസ് പ്രകാരം പശ്ചിമ ബംഗാളിന്റെ ജനസാന്ദ്രത 1030 ചതുരശ്ര കിലോമീറ്റർ ആണ്. 2011 സെൻസസ് പ്രകാരം ജനസാന്ദ്രതയിൽ കേരളത്തിന്റെ സ്ഥാനം 3-ാം സ്ഥാനമാണ്. 2011 സെൻസസ് പ്രകാരം ജനസാന്ദ്രതയിൽ കേരളത്തിന്റെ സ്ഥാനം 3. 2011 സെൻസസ് പ്രകാരം കേരളത്തിന്റെ ജനസാന്ദ്രത എത്രയാന്ന് ചോദിച്ചാൽ 859 ചതുരശ്ര കിലോമീറ്റർ ആണ്. 2011 സെൻസസ് പ്രകാരം കേരളത്തിന്റെ ജനസാന്ദ്രത 859 ചതുരശ്ര കിലോമീറ്റർ. 2011 സെൻസസ് പ്രകാരം ജനസാന്ദ്രത കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ. 2011 സെൻസസ് പ്രകാരം ജനസാന്ദ്രത കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ. നിശ്ചിത കാലയളവിൽ ഒരു പ്രദേശത്ത് അധിവസിക്കുന്ന ജനങ്ങളുടെ എണ്ണത്തിലുണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ ജനസംഖ്യാ വളർച്ച എന്ന് പറയുന്നത്. നിശ്ചിത കാലയളവിൽ ഒരു പ്രദേശത്ത് അധിവസിക്കുന്ന ജനങ്ങളുടെ എണ്ണത്തിലുണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ ജനസംഖ്യാ വളർച്ച എന്ന് പറയാറുള്ളത്. ഒരു പ്രദേശത്തെ ജനസംഖ്യ കൂടുന്ന സാഹചര്യം അറിയപ്പെടുന്നത് അനുകൂല ജനസംഖ്യ വളർച്ച എന്നാണ്. ഒരു പ്രദേശത്തെ ജനസംഖ്യ കൂടുന്ന സാഹചര്യം അറിയപ്പെടുന്നത് അനുകൂല ജനസംഖ്യ വളർച്ച എന്നാണ്. ഒരു പ്രദേശത്തെ ജനസംഖ്യ കുറയുന്ന സാഹചര്യം അറിയപ്പെടുന്നത് പ്രതികൂല ജനസംഖ്യാ വളർച്ച എന്നാണ്. ഒരു പ്രദേശത്തെ ജനസംഖ്യ കുറയുന്ന സാഹചര്യം അറിയപ്പെടുന്നത് പ്രതികൂല ജനസംഖ്യാ വളർച്ച എന്നാണ്. ജനസംഖ്യാ മാറ്റത്തെ സ്വാധീനിക്കുന്ന സ്വാഭാവിക ഘടകങ്ങളാണ് ജനന നിരക്ക്, മരണനിരക്ക്, കുടിയേറ്റം എന്നിവ. ജനസംഖ്യാ മാറ്റത്തെ സ്വാധീനിക്കുന്ന സ്വാഭാവിക ഘടകങ്ങളാണ് ജനന നിരക്ക്, മരണനിരക്ക്, കുടിയേറ്റം എന്നിവ. ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ ജനങ്ങൾ മാറി താമസിക്കുന്നത് അറിയപ്പെടുന്നത് കുടിയേറ്റം എന്നാണ്. ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ ജനങ്ങൾ മാറി താമസിക്കുന്നത് അറിയപ്പെടുന്നത് കുടിയേറ്റം എന്നാണ്. ഒരു രാജ്യത്തിന്റെ അതിർത്തി കടന്നുള്ള കുടിയേറ്റമാണ് രാജ്യാന്തര കുടിയേറ്റം. ഒരു രാജ്യത്തിന്റെ അതിർത്തി കടന്നിട്ടുള്ള കുടിയേറ്റത്തെയാണ് രാജ്യാന്തര കുടിയേറ്റം എന്ന് നമ്മൾ വിളിക്കാറുള്ളത്. ഒരു രാജ്യത്തേക്ക് ജനങ്ങൾ വന്നു ചേരുന്നത് അറിയപ്പെടുന്നത് രാജ്യാന്തര ആഗമനം എന്നാണ്. ഒരു രാജ്യത്തേക്ക് ജനങ്ങൾ വന്നു ചേരുന്നത് അറിയപ്പെടുന്നത് രാജ്യാന്തര ആഗമനം എന്നാണ്. ഒരു രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറുന്നത് രാജ്യാന്തര ഗമനം എന്നാണ് അറിയപ്പെടുന്നത്. ഒരു രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറുന്നത് രാജ്യാന്തര ഗമനം എന്നാണ് അറിയപ്പെടുന്നത്. രാജ്യാതിർത്തിക്കുള്ളിൽ തന്നെയുള്ള കുടിയേറ്റത്തെയാണ് നമ്മൾ ആഭ്യന്തര കുടിയേറ്റം എന്ന് പറയാറുള്ളത്. രാജ്യാതിർത്തിക്കുള്ളിൽ തന്നെയുള്ള കുടിയേറ്റത്തെ ആഭ്യന്തര കുടിയേറ്റം എന്ന് പറയുന്നു. ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് നടക്കുന്ന കുടിയേറ്റങ്ങൾ അറിയപ്പെടുന്നത് സംസ്ഥാനാനന്തര കുടിയേറ്റങ്ങൾ എന്നാണ്. ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് നടക്കുന്ന കുടിയേറ്റങ്ങൾ അറിയപ്പെടുന്നത് സംസ്ഥാനാനന്തര കുടിയേറ്റങ്ങൾ എന്നാണ്. സംസ്ഥാനങ്ങൾക്കുള്ളിൽ ജനങ്ങൾ വിവിധ കാരണങ്ങളാൽ മാറി താമസിക്കുന്നത് സംസ്ഥാന ആഭ്യന്തര കുടിയേറ്റം എന്നറിയപ്പെടുന്നു. സംസ്ഥാനങ്ങൾക്കുള്ളിൽ ജനങ്ങൾ വിവിധ കാരണങ്ങളാൽ മാറി താമസിക്കുന്നത് സംസ്ഥാന ആഭ്യന്തര കുടിയേറ്റം എന്നാണ് അറിയപ്പെടുന്നത്. ജില്ലാ അതിർത്തി കടന്നുള്ള കുടിയേറ്റങ്ങൾ അറിയപ്പെടുന്നത് ജില്ലാന്തര കുടിയേറ്റം എന്നാണ്. ജില്ലാ അതിർത്തി കടന്നുള്ള കുടിയേറ്റങ്ങൾ അറിയപ്പെടുന്നത് ജില്ലാന്തര കുടിയേറ്റം എന്നാണ്.
ഒരു ജില്ലയ്ക്കുള്ളിൽ തന്നെ ജനങ്ങൾ കുടിയേറി പാർക്കുന്നത് ജില്ലാ ആഭ്യന്തര കുടിയേറ്റം എന്നാണ് അറിയപ്പെടുക. ഒരു ജില്ലയ്ക്കുള്ളിൽ തന്നെ ജനങ്ങൾ കുടിയേറി പാർക്കുന്നത് ജില്ലാ ആഭ്യന്തര കുടിയേറ്റം എന്ന് അറിയപ്പെടും. ജില്ലാ ആഭ്യന്തര കുടിയേറ്റങ്ങൾ ഏതൊക്കെയാന്ന് ചോദിച്ചാല് ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്കുള്ള കുടിയേറ്റമുണ്ട്, ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റമുണ്ട്, നഗരത്തിൽ നിന്ന് നഗരത്തിലേക്കുള്ള കുടിയേറ്റമുണ്ട്, നഗരത്തിൽ നിന്ന് ഗ്രാമത്തിലേക്കുള്ള കുടിയേറ്റവുമുണ്ട്. ചില പ്രദേശങ്ങളിലെ ആകർഷക ഘടകങ്ങളാൽ ജനങ്ങൾ സ്വന്തം താല്പര്യത്തോടെ നടത്തുന്ന കുടിയേറ്റമാണ് ആകർഷക കുടിയേറ്റം. ഇന്ന് കുട്ടികൾ ഇംഗ്ലണ്ടിൽ പോകുന്ന പോലെ ചില പ്രദേശങ്ങളിലെ ആകർഷക ഘടകങ്ങളാൽ ജനങ്ങൾ സ്വന്തം താല്പര്യത്തോടെ നടത്തുന്ന കുടിയേറ്റങ്ങളെയാണ് നമ്മൾ ആകർഷക കുടിയേറ്റം എന്ന് പറയാം. പ്രതികൂല സാഹചര്യങ്ങളാൽ നിർബന്ധിതമായി നടക്കുന്ന കുടിയേറ്റമാണ് നിർബന്ധിത കുടിയേറ്റം എന്ന് പറയുന്നത്. പ്രതികൂല സാഹചര്യങ്ങളാൽ നിർബന്ധിതമായി നടക്കുന്ന കുടിയേറ്റത്തെ നമ്മൾ നിർബന്ധിത കുടിയേറ്റം എന്ന് പറയും. നിർബന്ധിത കുടിയേറ്റത്തിന് പ്രേരിതമാവുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വിഭവ ദൗർബല്യം, രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ, തൊഴിലില്ലായ്മ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയാണ് നിർബന്ധിത കുടിയേറ്റത്തിന് പ്രേരിതമാക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ആഭ്യന്തര കുടിയേറ്റങ്ങൾ ഏതൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ സംസ്ഥാനാനന്തര കുടിയേറ്റമുണ്ട്, ജില്ലാന്തര കുടിയേറ്റമുണ്ട്, സംസ്ഥാന ആഭ്യന്തര കുടിയേറ്റവുമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ഏതു തരം കുടിയേറ്റങ്ങൾക്ക് ഉദാഹരണമാണ്? രാജ്യാന്തര കുടിയേറ്റങ്ങൾക്ക് ഉദാഹരണമാണ്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ഏതു തരം കുടിയേറ്റങ്ങൾക്ക് ഉദാഹരണമാണ്? രാജ്യാന്തര കുടിയേറ്റം. കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ എണ്ണം 4 കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ എണ്ണം 4. കേരളത്തിലെ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന ഉത്തരേന്ത്യൻ തൊഴിലാളികൾ ഏതു തരം കുടിയേറ്റങ്ങൾക്ക് ഉദാഹരണമാണ്? ആഭ്യന്തര കുടിയേറ്റങ്ങൾക്ക് ഉദാഹരണമാണ്. കേരളത്തിലെ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന ഉത്തരേന്ത്യൻ തൊഴിലാളികൾ ഏതു തരം കുടിയേറ്റങ്ങൾക്ക് ഉദാഹരണമാണ്? ആഭ്യന്തര കുടിയേറ്റത്തിന് ഉദാഹരണമാണ്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്കുണ്ടായ വൻതോതിലുള്ള കർഷക കുടിയേറ്റങ്ങൾ ഏതുതരം കുടിയേറ്റങ്ങൾക്ക് ഉദാഹരണമാണ്? ജില്ലാന്തര കുടിയേറ്റത്തിന് ഉദാഹരണമാണ്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ മധ്യ തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്കുണ്ടായ വൻതോതിലുള്ള കർഷക കുടിയേറ്റങ്ങൾ ഏതുതരം കുടിയേറ്റങ്ങൾക്ക് ഉദാഹരണമാണ്? ജില്ലാന്തര കുടിയേറ്റം. വിവാഹം, വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ കാരണങ്ങളാൽ ഒരു ജില്ലയ്ക്കുള്ളിൽ തന്നെ ജനങ്ങൾ കുടിയേറി പാർക്കുന്നത് ഏത് തരം കുടിയേറ്റങ്ങൾക്ക് ഉദാഹരണമാണ്? ജില്ലാ ആഭ്യന്തര കുടിയേറ്റത്തിന് ഉദാഹരണമാണ്. വിവാഹം, വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ കാരണങ്ങളാൽ ഒരു ജില്ലയ്ക്കുള്ളിൽ തന്നെ ജനങ്ങൾ കുടിയേറി പാർക്കുന്നത് ഏത് തരം കുടിയേറ്റങ്ങൾക്ക് ഉദാഹരണമാണ് എന്ന് ചോദിച്ചാൽ ജില്ലാ ആഭ്യന്തര കുടിയേറ്റങ്ങൾക്ക് ഉദാഹരണമാണ്. സിറിയയിലെ രൂക്ഷമായ ആഭ്യന്തര യുദ്ധത്തിൽ നിന്ന് രക്ഷ നേടാൻ ജനങ്ങൾ നടത്തിയ കുടിയേറ്റം ഏത് പ്രദേശത്തേക്കായിരുന്നു? യൂറോപ്പിലേക്കായിരുന്നു. സിറിയയിലെ രൂക്ഷമായ ആഭ്യന്തര യുദ്ധത്തിൽ നിന്ന് രക്ഷ നേടാൻ ജനങ്ങൾ നടത്തിയ കുടിയേറ്റം ഏത് പ്രദേശത്തേക്കായിരുന്നു? യൂറോപ്പിലേക്കായിരുന്നു. മനുഷ്യന്റെ കാർഷിക സംസ്കാരത്തിന് ഏകദേശം എത്ര വർഷത്തെ പഴക്കമുള്ളതായാണ് കണക്കാക്കുന്നത്? 12,000 വർഷങ്ങൾ. മനുഷ്യന്റെ കാർഷിക സംസ്കാരത്തിന് ഏകദേശം എത്ര വർഷത്തെ പഴക്കമുള്ളതായാണ് കണക്കാക്കുന്നത്? 12,000. സ്ഥിരമോ താൽക്കാലികമോ ആയി വിവിധ വലിപ്പത്തിൽ കാണപ്പെടുന്ന പാർപ്പിടങ്ങളുടെ കൂട്ടമാണ് വാസസ്ഥലങ്ങൾ. സ്ഥിരമോ താൽക്കാലികമോ ആയി വിവിധ വലിപ്പത്തിൽ കാണപ്പെടുന്ന പാർപ്പിടങ്ങളുടെ കൂട്ടത്തെ നമ്മൾ വാസസ്ഥലങ്ങൾ എന്നാണ് പറയുക. താരതമ്യേന കുറഞ്ഞ ജനസംഖ്യയുള്ളതും ജനങ്ങൾ മുഖ്യമായും കാർഷിക വൃത്തിയെ ആശ്രയിച്ചു ജീവിക്കുന്നതുമായിട്ടുള്ള പ്രദേശങ്ങളെയാണ്
ഗ്രാമീണ വാസസ്ഥലങ്ങൾ എന്ന് പറയാം. താരതമ്യേന കുറഞ്ഞ ജനസംഖ്യയുള്ളതും ജനങ്ങൾ മുഖ്യമായും കാർഷിക വൃത്തിയെ ആശ്രയിച്ച് ജീവിക്കുന്നതുമായ പ്രദേശങ്ങളെ ഗ്രാമീണ വാസസ്ഥലങ്ങൾ എന്ന് പറയുന്നു. അനുകൂല സാഹചര്യങ്ങളുള്ള പ്രദേശങ്ങളിൽ വളരെ അടുത്തടുത്തായി നിരവധി പാർപ്പിടങ്ങൾ കേന്ദ്രീകരിച്ച് കാണുന്നു. ഇത്തരം ജനവാസ മേഖലകൾ അറിയപ്പെടുന്നത് കേന്ദ്രീകൃത വാസസ്ഥലങ്ങൾ എന്നാണ്. അനുകൂല സാഹചര്യങ്ങളുള്ള പ്രദേശങ്ങളിൽ വളരെ അടുത്തടുത്തായി നിരവധി പാർപ്പിടങ്ങൾ കേന്ദ്രീകരിച്ച് കാണുന്നു. ഇത്തരം ജനവാസ മേഖലകൾ അറിയപ്പെടുന്നത് കേന്ദ്രീകൃത വാസസ്ഥലങ്ങൾ എന്നാണ് എന്നുള്ളത് ഓർമ്മിച്ചു വെക്കുക. പാർപ്പിടങ്ങൾ പരസ്പരം അകന്ന് സ്ഥിതി ചെയ്യുന്ന ജനവാസ മേഖലകൾ അറിയപ്പെടുന്നത് വിസരിത വാസസ്ഥലങ്ങൾ എന്നാണ്. പാർപ്പിടങ്ങൾ പരസ്പരം അകന്ന് സ്ഥിതി ചെയ്യുന്ന ജനവാസ മേഖലകൾ അറിയപ്പെടുന്നത് വിസരിത വാസസ്ഥലങ്ങൾ എന്നാണ്. വീടുകൾ പൂർണ്ണമായും കേന്ദ്രീകൃതമോ വിസരിതമോ അല്ലാത്ത പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് അർദ്ധകേന്ദ്രീകൃത വാസസ്ഥലങ്ങൾ എന്നാണ്. വീടുകൾ പൂർണ്ണമായും കേന്ദ്രീകൃതമോ വിസരിതമോ അല്ലാത്ത പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് അർദ്ധകേന്ദ്രീകൃത വാസസ്ഥലങ്ങൾ എന്നാണ്. റോഡ്, നദി, തീരരേഖ എന്നിവയ്ക്ക് സമാന്തരമായി വികസിച്ചു വരുന്ന വാസസ്ഥല മാതൃകയാണ് രേഖീയ മാതൃക. റോഡ്, നദി, തീരരേഖ എന്നിവയ്ക്ക് സമാന്തരമായി വികസിച്ചു വരുന്ന വാസസ്ഥല മാതൃകയാണ് രേഖീയ മാതൃക. ജലാശയങ്ങൾ, മേച്ചിൽപ്പുറങ്ങൾ, ആരാധനാലയങ്ങൾ തുടങ്ങി സവിശേഷതകളെ ചുറ്റി രൂപം കൊള്ളുന്ന വാസസ്ഥല മാതൃക വൃത്താകാര മാതൃകയാണ്. ജലാശയങ്ങൾ, മേച്ചിൽപ്പുറങ്ങൾ, ആരാധനാലയങ്ങൾ തുടങ്ങി സവിശേഷതകളെ ചുറ്റി രൂപം കൊള്ളുന്ന വാസസ്ഥല മാതൃകയാണ് വൃത്താകാര മാതൃക എന്ന് നമ്മൾ പറയാറുള്ളത്. വിവിധ റോഡുകൾ സന്ധിക്കുന്ന ഇടങ്ങളിൽ രൂപം കൊള്ളുന്ന വാസസ്ഥല മാതൃകയാണ് നക്ഷത്ര മാതൃക. വിവിധ റോഡുകൾ സന്ധിക്കുന്ന ഇടങ്ങളിൽ രൂപം കൊള്ളുന്ന വാസസ്ഥല മാതൃകയാണ് നക്ഷത്ര മാതൃക എന്ന് പറയുന്നത്. പൊതുവെ ഉയർന്ന ജനസംഖ്യയുള്ളതും ജനങ്ങൾ മുഖ്യമായും കാർഷികേതര മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നതുമായ പാർപ്പിട സമുച്ചയങ്ങൾ അറിയപ്പെടുന്നത് നഗരവാസസ്ഥലങ്ങൾ എന്നാണ്. പൊതുവെ ഉയർന്ന ജനസംഖ്യയുള്ളതും ജനങ്ങൾ മുഖ്യമായും കാർഷികേതര മേഖലയെ ആശ്രയിച്ചു ജീവിക്കുന്നതുമായിട്ടുള്ള പാർപ്പിട സമുച്ചയങ്ങൾ അറിയപ്പെടുന്നത് നഗരവാസസ്ഥലങ്ങൾ എന്നാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഗ്രാമീണ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ നിന്നും നഗര കേന്ദ്രീകൃതമായ വ്യാവസായിക സേവന മേഖലകളിലേക്കുള്ള ജനസംഖ്യാമാറ്റം അറിയപ്പെടുന്നത് നഗരവൽക്കരണം എന്നാണ്. ഗ്രാമീണ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ നിന്നും നഗര കേന്ദ്രീകൃതമായ വ്യാവസായിക സേവന മേഖലകളിലേക്കുള്ള ജനസംഖ്യാമാറ്റം അറിയപ്പെടുന്നത് നഗരവൽക്കരണം എന്നാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ നഗര ജനസംഖ്യ 31.16%. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ നഗര ജനസംഖ്യ 31.16 എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഇന്ത്യൻ നഗര ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഗോവയാണ്. ഇന്ത്യൻ നഗര ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഗോവയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. 2011 സെൻസസ് പ്രകാരം ഗോവയിലെ നഗര ജനസംഖ്യ 62.17 ആണ്. 2011 സെൻസസ് പ്രകാരം ഗോവയിലെ നഗര ജനസംഖ്യ 62.17. നഗര ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. നഗര ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. 2011 സെൻസസ് പ്രകാരം 10.04% മാത്രം നഗര ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്.
2011 സെൻസസ് പ്രകാരം 10.04% മാത്രം നഗര ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ നഗര ജനസംഖ്യ 47.72%. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ നഗര ജനസംഖ്യ എന്ന് പറയുന്നത് 47.72 ദേശീയ തലസ്ഥാനമായ ഡൽഹിയിലെ നഗര ജനസംഖ്യ 97.50%. ദേശീയ തലസ്ഥാനമായ ഡൽഹിയിലെ നഗര ജനസംഖ്യ 97.50. അനേകം നഗരങ്ങൾ ചേർന്ന് രൂപം കൊള്ളുന്ന 50 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗര സമുച്ചയമാണ് മെഗാനഗരം. അനേകം നഗരങ്ങൾ ചേർന്ന് രൂപം കൊള്ളുന്ന 50 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗര സമുച്ചയമാണ് മെഗാനഗരം. 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള വൻ നഗരങ്ങളാണ് മെട്രോപൊളിറ്റൻ നഗരം. 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള വൻ നഗരങ്ങളാണ് മെട്രോപൊളിറ്റൻ നഗരം. ഇന്ത്യയുടെ ഭരണ നഗരങ്ങൾക്ക് ഉദാഹരണമാണ് ഗാന്ധിനഗർ, ശ്രീനഗർ, ഡൽഹി തുടങ്ങിയവ. ഇന്ത്യയുടെ ഭരണ നഗരങ്ങൾക്ക് ഉദാഹരണമാണ് ഗാന്ധിനഗർ, ശ്രീനഗർ, ഡൽഹി തുടങ്ങിയവ. ഇന്ത്യയുടെ വ്യവസായ നഗരങ്ങൾക്ക് ഉദാഹരണമാണ് ഹുഗ്ലി, കോയമ്പത്തൂർ, ഭിലായ് എന്നിവ. ഇന്ത്യയുടെ വ്യവസായ നഗരങ്ങൾക്ക് ഉദാഹരണമാണ് ഹുഗ്ലി, കോയമ്പത്തൂർ, ഭിലായി എന്നിവ. അലിഗഡ് നഗരം എന്തിന്റെ പേരിൽ പ്രശസ്തമാണ് എന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ പ്രശസ്തമാണ്. അലിഗഡ് മുസ്ലിം സർവകലാശാലയൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇന്ത്യയുടെ പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾക്ക് ഉദാഹരണമാണ് നൈറ്റിനാൽ, സിംല, ഊട്ടി തുടങ്ങിയവ. ഇന്ത്യയുടെ പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾക്ക് ഉദാഹരണമാണ് നൈറ്റിനാൽ, സിംല, ഊട്ടി തുടങ്ങിയവയൊക്കെ. ഇന്ത്യയുടെ മത സാംസ്കാരിക നഗരങ്ങൾക്ക് ഉദാഹരണമാണ് ഹരിദ്വാർ, മധുര, തിരുപ്പതി തുടങ്ങിയവ. ഇന്ത്യയുടെ മത സാംസ്കാരിക നഗരങ്ങൾക്ക് ഉദാഹരണമാണ് ഹരിദ്വാർ, മധുര, തിരുപ്പതി തുടങ്ങിയവയൊക്കെ. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. 80 ചോദ്യങ്ങളോളം ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.